ഹലോ വെൽക്കം ബാക്ക് ടു മാംസ് ഡെക്കർ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു കമ്പയറിങ് വീഡിയോ ആണേ. റോബോട്ട് വാക്യൂം ക്ലീനറും നോർമൽ മോപ്പിങ്ങും. നോർമൽ മോപ്പിംഗ് മീൻസ് നമ്മൾ മോപ്പർ വെച്ച് നമ്മൾ തറയൊക്കെ തുടയ്ക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ ആദ്യം ചൂലൊക്കെ വെച്ച് നല്ലോണം പൊടിയെല്ലാം തൂത്ത് എടുത്ത് കോരിക്കളണം അല്ലേ. പിന്നെ നമ്മൾ മോപ്പെടുത്ത് നല്ലോണം ലിക്വിഡൊക്കെ ഉപയോഗിച്ച് നല്ലോണം തുടച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഈ മോപ്പിംഗ് വെച്ചത് നമുക്ക് ഒരു ദിവസം ഡെയിലി ഫുൾ വീടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. 1-2 റൂമൊക്കെ ഒരു ദിവസം ചെയ്യും, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത റൂം, അങ്ങനെ എല്ലാം കൂടെ ഫുൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പെട്ടെന്ന് ടയേർഡാവും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ റോബോട്ടിൻ്റെ ഒരു വാക്യൂം ക്ലീനർ പ്രോഡക്റ്റ് കണ്ടത്. ഞാൻ പർച്ചേസ് ചെയ്തത്. പക്ഷെ ഉപയോഗിച്ചപ്പം എനിക്ക് നല്ല ഇതായിരുന്നു. നമുക്ക് ഒരു ദിവസം തന്നെ വീട് 2 നിലയാവട്ടെ 3 നിലയാവട്ടെ ഒരു 5 മണിക്കൂർ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഡസ്റ്റും ചെയ്യാൻ പറ്റും. നല്ല നീറ്റ് ആൻഡ് നല്ല തറയൊക്കെ നല്ല സ്മൂത്തായിട്ട് കിടക്കും, നല്ല ഷൈനിങ് ആയിരിക്കും. പിന്നെ നമ്മളിപ്പോൾ മോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം തുടച്ച് വൃത്തിയാക്കാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. പിന്നെ ഫാനിട്ട് നമ്മൾ ഡ്രൈ ചെയ്യണം. പക്ഷെ റോബോട്ട് വാക്യൂം ക്ലീനറിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യത്തിനുള്ള വാട്ടർ മാത്രം എടുത്താണ് നല്ല വൃത്തിയായി ഈ തുടച്ച് മോപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ അത് ഡ്രൈ ആയിക്കോളും. നോർമലി ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ രണ്ടിനും ഒരു കമ്പാരിസൺ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ രണ്ടും ബെസ്റ്റ് ആണോന്നും പറയത്തില്ല, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ കേട്ടോ. ഇതിനു മുന്നേ ഞാൻ മോപ്പ് തന്നെയാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചത് ആ മോപ്പ് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഉപയോഗിക്കാറൊക്കെ ഉണ്ട്. ഞാൻ ഫ്രണ്ടിലത്തെ സിറ്റ് ഔട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ചിലപ്പോഴൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. എന്നാലും മാക്സിമം ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ റോബോട്ട് വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് ചെയ്യും. ഇപ്പം വിപണിയിലും ഈ റോബോട്ട് വാക്യൂം ക്ലീനർ അല്ലാതെ മീൻസ് ഇലക്ട്രിക് ചൂലൊക്കെ ഉണ്ട്. ആ ചൂല് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് നമ്മൾ ചൂല് വെച്ച് തൂക്കുന്നതിന് പകരം ഈ ഇലക്ട്രിക്കിൻ്റെ മോപ്പ് വെച്ച് നമുക്ക് തൂക്കുകയും ചെയ്യാം, തുടയ്ക്കുകയും ചെയ്യാം. അങ്ങനെ പല പ്രോഡക്റ്റുകളും വിപണിയിലുണ്ട് കേട്ടോ. ഇപ്പോൾ റോബോട്ട് വാക്യൂം ക്ലീനർ തന്നെ വാങ്ങിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതൊക്കെ നമ്മളെ പ്രോഡക്റ്റ് അനുസരിച്ചും നമ്മളെ ബഡ്ജറ്റ് അനുസരിച്ചും. ഈ റോബോട്ട് വാക്യൂം ക്ലീനർ എനിക്കൊന്ന് 38 സംതിങ് എങ്ങാണ്ടായി. അപ്പോൾ അതിനേക്കാളും കുറഞ്ഞ പ്രോഡക്റ്റ് നമ്മൾ ഹാൻഡി ആയിട്ടുള്ളതുണ്ട്, കൈ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട്. അത് നമ്മളിങ്ങനെ റോബോട്ടാകുമ്പോൾ അത് തനിയെ ചെയ്തോളൂ. നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ഫോണിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ലൊക്കേഷനൊക്കെ. ബെഡ്റൂമും അങ്ങനെ അത് ഓട്ടോമാറ്റിക് അതെല്ലാം ക്ലീൻ ചെയ്തോളൂ. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നല്ല വൃത്തിയായിട്ട് എടുത്തോളും. അങ്ങനെ ഫോണിൽ സെറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ ഫുള്ളൊക്കെ നമ്മൾ നോർമൽ മോപ്പിംഗ് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ടയേർഡാവും. പക്ഷേ റോബോട്ട് വാക്യൂം ക്ലീനർ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് റിലാക്സ് ആയിട്ട് നമ്മളെ ജോലിയും ചെയ്യാം, റോബോട്ട് അതിൻ്റെ ജോലിയും ചെയ്തോളും. അപ്പം ഞാൻ പർച്ചേസ് ചെയ്ത റോബോട്ട് വാക്യൂം ക്ലീനറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ. ഇതൊരു കമ്പാരിസൺ വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമുക്കെന്നാൽ എൻ്റെ റോബോട്ട് വാക്യൂം ക്ലീനറിനെ ഒന്ന് പരിചയപ്പെടുത്തരാം. ഓക്കെ. ഇതിൽ ഒരു പ്രസ് ബട്ടൺ ഉണ്ട്. അതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് നമ്മൾ ഫോൺ വഴി നമുക്ക് ഓൾറെഡി ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു തവണ സെറ്റ് ചെയ്താൽ മതി നമ്മൾ വീടിൻ്റെ റൂട്ട് മാപ്പ്. ഓക്കെ. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ആദ്യം ഞാൻ സെറ്റ് ചെയ്തത് ആദ്യം ഫ്രണ്ട് റൂം, സ്റ്റഡി റൂം, ഡൈനിങ് ഹാള്, മാസ്റ്റർ ബെഡ്റൂം, കിച്ചൺ, സെക്കൻഡ് കിച്ചൺ, പിന്നെ ഫസ്റ്റ് ഫ്ലോർ, അങ്ങനെയൊക്കെയാണ്. പിന്നെ സിറ്റ് ഔട്ട്, അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ റിലാക്സ് ആയിട്ട് നമുക്ക് വായിക്കുകയൊക്കെ ചെയ്യാം. ഈ റോബോട്ട് വാക്യൂം ക്ലീനർ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഒരു സൈഡിൽ മോപ്പ് ചെയ്യുന്ന ഡസ്റ്റ് ചെയ്യുന്ന ഒരു ചൂല് പോലെ സാധനം ഉണ്ട് കേട്ടോ. അത് ഒരു സൈഡിലേ എൻ്റെതുള്ളൂ. പക്ഷെ ചിലതിൽ 2 സൈഡിലും ഉണ്ട്. പിന്നെ ഇതിനകത്ത് വാട്ടറൊക്കെ മാറ്റി കൊടുക്കണം, മീൻസ് ഡസ്റ്റ് നമ്മൾ മാറ്റി കൊടുക്കണം. പക്ഷെ ഇപ്പോഴത്തെ പുതിയതിലൊക്കെ ഓട്ടോമാറ്റിക് മാറ്റുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിഷ്ടം പോലെ. അപ്പോൾ നമുക്ക് കിച്ചണിലെ എന്ത് ജോലി റിലാക്സ് ഒക്കെ കിടന്നുറങ്ങുക എന്ത് വേണിച്ചു. അപ്പോൾ ഇത് അതിൻ്റെ ജോലി കഴിഞ്ഞിട്ട് തിരിച്ച് ഓട്ടോമാറ്റിക് ഇതിൻ്റെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഡസ്റ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡസ്റ്റ് റിമൂവ് ചെയ്യണം. പിന്നെ അതിനുള്ള നമ്മൾ മോപ്പ് ചെയ്യാൻ ഒരു തുണി പോലത്തെ സാധനം അത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അത് ഫിറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഓട്ടോമാറ്റിക് അതിൻ്റെ പ്ലേസിൽ പോയി അത് ഇരുന്നോളും. ഇത് നല്ലതാണെന്ന് വെച്ചാൽ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. ഓക്കെ. ഇപ്പോൾ ഇന്നത്തെ കമ്പാരിസൺ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.